ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു SMPS ആണ്. അപ്പോൾ ഈ ഒരു SMPS അതിനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 12 വോൾട്ട് ബാറ്ററി ചെയ്ത് നമുക്കൊരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു സബ്വൂഫർ ബോർഡൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ 12 വോൾട്ട് മതിയാവില്ല. അപ്പോൾ 12 വോൾട്ടിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടൊരു ഡുവൽ സപ്ലൈ ആക്കിയിട്ട് കൊടുക്കുന്ന ഒരു ബോർഡിനെയാണ് നമ്മൾ SMPS എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മളിത് കാർ ഓഡിയോസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാർ ഓഡിയോസിൽ 12 വോൾട്ട് ബാറ്ററി ആയിരിക്കും മിക്കതും വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പാക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ SMPS ബോർഡിൻ്റെ വോൾട്ടേജ് ആംബിയറിലേക്കൊക്കെ നമുക്ക് അടക്കാം. പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ ഒരു 10 ഇഞ്ച് സബ്വൂഫറിൻ്റെ വർക്കിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു SMPS എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ഓഡിയോസ് ആണ് പുറത്തിറക്കുന്നത്. വളരെ നല്ലൊരു ക്വാളിറ്റി ഏറിയ ഒരു ചീപ്പ് പ്രൈസിൽ വരുന്ന ഒരു SMPS ആണ് നമ്മുടെ ഒരു ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ PCB കണ്ടാൽ മനസ്സിലാവും എന്തോരം ക്വാളിറ്റി PCBയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടി കൂടിയ ട്രാക്കുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡ്രൈവർ സ്റ്റേജിൽ നല്ല കട്ടിയുള്ള ഹീറ്റ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഓവറായിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഹീറ്റൊക്കെ ഈ ഒരു ബോർഡും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഹീറ്റ് പെട്ടെന്ന് തന്നെ കൂൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല ഹീറ്റ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 27.5 ആംപിയറിന് എഴുതിയിട്ടുണ്ട്. അത് 27/27 5 ആംപിയറിൻ്റെ ഒരു SMPS ആണ് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് 10 ഇഞ്ച് സബ്വൂഫർ വരെയുള്ള ബോർഡുകളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ആംപ്ലിഫയറിൽ ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പക്ക ഒരു 5 ആംപിയറിൻ്റെ അടുത്ത് തന്നെ ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി പോലെ ഇരിക്കും. ബാറ്ററി നല്ല ബാറ്ററി എന്ന് വെച്ചാൽ നല്ലൊരു വർക്ക് കിട്ടും. അതങ്ങനെയാണ് ഈ ഒരു സാധനത്തിൻ്റെ വർക്കിംഗ് ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പ്ലസ്സും മൈനസ്, അതായത് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നുള്ള പ്ലസ്സും മൈനസും ഇവിടെയായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതിൻ്റെ വേറൊരു കണക്ഷൻ കൂടി കാണാം. അതാണ് സ്വിച്ചിങ് കണക്ഷൻ. ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ റിമോട്ട് വയർ എന്നൊക്കെ പറയും. ആ റിമോട്ട് വയർ അവിടെയായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു വയർ കൊടുത്താൽ മാത്രമേ ഒരു ആംപ്ലിഫയർ ബോർഡ് ഓൺ ആവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു വയർ ഷോർട്ട് ചെയ്ത് ഇടണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളുടെയൊക്കെ താക്കോൽ ഓണാക്കുമ്പോൾ മാത്രമേ ഒരു ആംപ്ലിഫയർ ഓൺ ആവുള്ളൂ. അപ്പോൾ അത്രയും ബാറ്ററി പവർ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുന്നിലായിട്ടാണ് ഇതിൻ്റെ സപ്ലൈ വന്നിട്ടുള്ളത്. 27/27 പ്ലസ് ഓർ മൈനസ് 5 ആംപിയറിൻ്റെ സപ്ലൈ വന്നിട്ടുള്ളതിൻ്റെ മുൻഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതൊരു വേറൊരു SMPS ആണ്. ഇത് വേവ് ഓഡിയോസ് എന്ന് പറഞ്ഞ കമ്പനി പുറത്തിറക്കുന്ന ഒരു SMPS ആണ്. നമ്മുടെ ചാനലിൽ തന്നെ ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു 10 ആംപിയറിൻ്റെ SMPS ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന് പറയുന്ന ഒരു 5 ആംപിയറിൻ്റെ SMPS ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ PCBയുടെ ഒരു വലുപ്പ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ SMPSൽ വളരെ ഒതുക്കായിട്ട് നല്ല ചിട്ടയിലാണ് കമ്പോണൻസൊക്കെ അസംബിൾ ചെയ്തിട്ടുള്ളത്. മറ്റേതിൽ കുറേ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഒരു കൺജസ്റ്റഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കി കളയാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 9.5 സെൻറ്റിമീറ്റർ, അതായത് 9.5 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് അതിൻ്റെ ബ്രെഡ്ത്തും വരുന്നത്. പിന്നെ നമുക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ ഹൈറ്റ് നോക്കുകയെന്ന് വെച്ചാൽ 4.5 സെൻറ്റിമീറ്ററാണ് ട്രാൻസ്ഫോമറിൻ്റെ ഹൈറ്റും വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു കോമ്പാക്റ്റ് ആയിട്ട് കൺജസ്റ്റ് ചെയ്തിട്ട് അസംബിൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു SMPS ആണ് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത്. നല്ലൊരു വർക്കിംഗ് ഔട്ട്പുട്ട് ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ പ്ലസ് മൈനസ് കണക്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മളിവിടെ നമ്മുടെ ഈ ഒരു സംഭവത്തിലെല്ലാത്തിലും ലിഡ് അപ്ലൈ ചെയ്തിടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡറിങ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബേസിക് വീഡിയോ ആണ്. നിങ്ങൾ പ്രൊഫഷണലായിട്ട് ആംപ്ലിഫയർ പണിയാണ് ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാരണം ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലായിടത്തും നമ്മൾ ലിഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അധികം നേരം സോൾഡറിങ് വെച്ച് നമ്മുടെ PCB നശിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇത് വണ്ടിയിലേക്കല്ല വേറെ എന്തെങ്കിലും പർപ്പസിനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു റിമോട്ട് വയർ എപ്പോഴും ഷോർട്ട് ചെയ്തിടണം. ആ വയർ ഷോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ബോർഡ് ഒരിക്കലും ഓൺ ആവില്ല. നിങ്ങൾ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ ബോർഡ് എവിടെയെങ്കിലും കളയേണ്ടി വരും. ആ ഒരു സാധനം ഇങ്ങനെ പോയാലും ഷോർട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ അത് സ്വിച്ചായിട്ട് കണക്ട് ചെയ്തിടണം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡുവൽ സപ്ലൈ ആയിട്ട് വരുന്നത്. അതായത് 27/27 പ്ലസ് ഓർ മൈനസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഗേജുടെ വയസ്സൊക്കെ ഈസി ആയിട്ട് സോൾഡറിങ് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലായിടത്തും ലിഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വയറിങ്ങൊക്കെ ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ സോൾഡറിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ബാറ്ററി ടെർമിനലിന് മിനിമം 1 mm വയറിങ്ങിൽ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ബാറ്ററിയിൽ നിന്ന് ആ ഒരു ആംബിയർ കൂടിയ ഒരു കറണ്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ 1 mm 2 നല്ല കട്ടി കൂടിയ നല്ലൊരു വയർ ഇട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു 5 ആംബിയറിൻ്റെ അവിടേക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ.
അപ്പോൾ 1 mm² ഒരു മാക്സിമം കറണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ആമ്പിയറിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡുവൽ സപ്ലൈ കൂടി കണക്ട് ചെയ്യണം. അതും 1 mm വയർ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ആ സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് ഷോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം നമ്മളത് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളത് ഷോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ആംപ്ലിഫയർ ബോർഡ് ഓൺ ആകുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ലെഡ് കൂടുതൽ അപ്ലൈ ചെയ്ത് അതൊരു ഷോർട്ട് സർക്യൂട്ട് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നമ്മുടെ 10 ഇഞ്ച് സബ് വൂഫറായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒരു ആംപ്ലിഫയർ ബോർഡൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് ഒന്ന് കിടക്കാം. ഇതാണ് ഈ ഒരു സബ് വൂഫറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ smps എന്ന് പറയുന്നത് വെച്ചാൽ ഒരു 4 ആമ്പിയർ 4.5 ആമ്പിയർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ബാറ്ററി കണക്ട് ചെയ്തിട്ടാണ് ഇത്ര ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നല്ലൊരു ബാറ്ററി കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു വർക്ക് തീർച്ചയായും ഒരു ബോർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട, എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ടാവും.